ഹലോ. രാവിലെ എണീച്ചിട്ടുണ്ടേ 4 മണി കഴിഞ്ഞു ഇപ്പോൾ. സാധാരണ ഭക്ഷണമെല്ലാം ആക്കി ഉജ്ജുവായിട്ട് പോയി കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ നിൽക്കൽ. ഇന്ന് പിന്നെ രാവിലെ കുളിച്ചിട്ട് അടുക്കളയിലേക്ക് കയറാമെന്നാണ് വിചാരിച്ചത്. ഇന്ന് എൻ്റെ പിറന്നാളാണ് വരുന്നത്. അതുകൊണ്ട് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണം. എന്നാലും സാധാരണ മുന്നേ എല്ലാം ഞാൻ കുളിയെല്ലാം കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറാൻ നിൽക്കലുള്ളൂ. ഇപ്പോൾ ഈ മഴക്കാലം തുടങ്ങിയാൽ കുറച്ചുകൂടെ ലേറ്റ് ആവും കുളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്നാ പതിവ് തെറ്റിച്ച് പഴയതുപോലെ തന്നെ ആകാമെന്നാണ് വിചാരിച്ചത്. ദോശക്കുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ടേനു. പിന്നെ തക്കാളിക്കറിയും കൂടി ആക്കാമെന്നാണ് വിചാരിച്ചിന്. 4:40 നല്ല മഴയും ഉണ്ട് പുറത്ത്. വെളുപ്പിനുള്ള മഴയും അല്ലേ. അപ്പോൾ എണീക്കാനൊരു മടിയെല്ലാം ഉണ്ടായിരുന്നു. എന്നാലും എണീച്ചില്ലേ നമ്മളെ കാര്യം നടക്കില്ലല്ലോ. അപ്പോൾ ഓർക്ക് കൊണ്ടുപോകാനുള്ള ഭക്ഷണം ആക്കി വെക്കണം. വീട്ടിൽ നിന്ന് കഴിക്കില്ല, കൊണ്ടുപോവുക. കാരണം വെളുപ്പിന് പോകുന്നതല്ലേ. ഇനിയിപ്പോൾ ആടുന്ന് ഫ്രീ ടൈം കിട്ടുമ്പോൾ അങ്ങനെ ഭക്ഷണം കഴിക്കുക ചെയ്യാം. ജൂലി നമ്മൾ എണീക്കുമ്പോൾ തന്നെ എണീക്കുന്നുണ്ട്. ഓക്ക് പിന്നെ നമ്മൾ ഇല്ലെങ്കിൽ എടുത്തില്ലെങ്കിൽ കിടന്നുറങ്ങിക്കോളും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എണീച്ച് കഴിഞ്ഞാൽ ഒപ്പരം തന്നെ എണീച്ച് കാലിൻ്റെ ഉള്ളൂട്ടിയെല്ലാം ഇങ്ങനെ നടക്കാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് ഉജ്വാണ് എണീച്ചിട്ട് പല്ലിയേക്കും കുളിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. മഴ കണ്ടുകൊണ്ട് ഒരു മടി പിടിച്ച പോലെയുണ്ട്. പക്ഷേ ഡ്യൂട്ടിക്ക് പോകേണ്ടവർക്ക് പോയല്ലേ പറ്റൂ. ഈ സമയത്താണെങ്കിൽ വണ്ടീൻ്റെ കളിയായിരിക്കും. പ്രത്യേകിച്ച് എയർപോർട്ട് ഭാഗത്തേക്ക് പോകുന്നവർ, ഷിഫ്റ്റ് കഴിയുന്നവരും ഷിഫ്റ്റിന് കയറാൻ പോകുന്ന ആൾക്കാരെല്ലാം കൂടി വണ്ടീൻ്റെ കളിയല്ലേ ഉണ്ടാവുക. അതുകൊണ്ട് റോഡുമില്ലെല്ലാം ഇപ്പോൾ വണ്ടിയും ആൾക്കാരും ഉണ്ടാവും. പക്ഷേ മഴയും കൂടി വന്നു കഴിഞ്ഞാലാണ് മുഴുവനായിട്ട് മടി പിടിക്കുക. അപ്പോൾ ദോശയും തക്കാളിക്കറിയും ആക്കിയിട്ട് വേണം എനിക്ക് തേക്കാനെല്ലാം നിൽക്കാൻ. രാവിലെ എന്തെങ്കിലും ലൈറ്റ് കട്ടന അങ്ങനെ എന്തെങ്കിലും വന്നേ ഓറ് കുടിക്കുന്നത്. ഞാൻ പിന്നെ ചായ കൂടി നിർത്തിയോണ്ട് ഇനിയിപ്പോൾ എൻ്റെ ചായേൻ്റെ സമയത്ത് കടി കഴിക്കുമ്പോൾ ചൂടുവെള്ളം അങ്ങനെ എന്തെങ്കിലും കുടിക്കുക ചെയ്യുക. എന്നിട്ട് വേണം എനിക്ക് ഇവരെ യൂണിഫോമും ഇതെല്ലാം തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ഓണപ്പരിപാടിയാണ് അവർക്ക് ആടെ. അപ്പോൾ ചില സമയം യൂണിഫോം വേണ്ടി വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് കളർ ഡ്രസ്സ് തന്നെയായിരിക്കും ഉണ്ടാവുക. എയർപോർട്ട് ഫസ്റ്റ് ഏറ്റിൻ്റെ 20 തന്നെയാണ് ഇവരുടെ വീട് വരുന്നത്. അപ്പോൾ ഏട്ടൻ അവിടെ കയറിയിട്ടേ പോവുള്ളൂ. അനിയനും എല്ലാം പോകാനുണ്ടാവും. വീട്ടിൽ പോയിട്ടാണ് പോക്ക്. ഉജ്ജുവാടിന് പോകാനുള്ള ദോശയും എടുത്ത് വെക്കുന്നതാണ്. അപ്പോഴത്തേക്ക് കറി തണിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചൂടോടെ ആയാലും സ്റ്റീൽ പാത്രത്തിൽ വെക്കുമ്പോൾ എന്തോ ഒരുപോലെയല്ലേ. അപ്പോൾ അത് കുറച്ച് സമയം ആറ്റി എടുത്തിട്ട് മാത്രമേ പാത്രത്തിലാക്കി കൊടുക്കലുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഓർക്ക് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എനിക്കിന്നൊന്ന് അമ്പലത്തിൽ പോകണം. മട്ടന്നൂർ അമ്പലത്തിൽ കൈലാസ് ഓഡിറ്റോറിയത്തിൽ ഒരു കല്യാണം കൂടിയുണ്ട്. അന്നേരം പിന്നെ ആടെ ഒന്ന് കയറിയിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ച്. സാധാരണ സമയം കിട്ടുന്ന സമയത്തെല്ലാം ഞാൻ പോക്കുണ്ട്. മട്ടന്നൂർ അമ്പലത്തിൽ എൻ്റെ ഒരു ഫേവറേറ്റ് സ്ഥലമായിട്ട്. ആടെ കുറച്ച് സമയം പ്രാർത്ഥിച്ചിട്ട് ആടെ സമാധാനത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ മനസ്സിനൊരു ആശ്വാസമാണ്. കുറേ കുരങ്ങന്മാരും എല്ലാം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു സ്ഥലം പ്രത്യേകിച്ചൊരു പോയവർക്ക് പ്രത്യേകിച്ച് മനസ്സിലാവും, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ആ ഒരു സ്ഥലം അങ്ങനെയാണ്. അതുകൊണ്ട് അവിടെ തന്നെ പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത്. വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ പോകണമെന്ന് മുന്നേ വിചാരിച്ചിന്. പിന്നെ ഈ മഴയെല്ലാം ആയതുകൊണ്ട് 2 സ്ഥലത്തേക്കും പോകാൻ പറ്റൂലല്ലോ. അപ്പോൾ പിന്നെ മട്ടന്നൂർ അമ്പലം തന്നെ ആക്കാമെന്ന് വിചാരിച്ച്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പരാഗിൽ വാങ്ങിയ തുണീനെ കൊണ്ട് അടിച്ചതാണേ. ഒരു 2-3 കളർ എടുത്തിട്ടുണ്ടേനു. ഇതിപ്പോൾ ഓണക്കോടിയെന്നോ പറയലേ പിറന്നാളിനെടുത്ത ഡ്രസ്സ് എന്നോ അങ്ങനെ എന്തെങ്കിലും പറയാം. ഇതിന് വേണ്ടിയിട്ട് കല്യാണത്തിന് വേണ്ടിയിട്ട് ഇടാമെന്ന് പറഞ്ഞിട്ടെടുത്തതാണ്. ഉജ്ജുവാട്ടം പോകാൻ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഏകദേശം 5:30 ആകാനായിന്. നല്ല മഴയേനു, ജൂലിൻ്റെ കളിയും. എന്നാൽ പിന്നെ അടുത്ത വീഡിയോ പിന്നെ വരാം.